നമസ്കാരം, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. LGS പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെ? സെപ്റ്റംബർ മാസത്തിലുണ്ടാകും എന്നുള്ളത് കേരള PSC പ്രഖ്യാപിച്ചതാണ്. LGS വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിലബസും കേരള PSC ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ വീട്ടമ്മമാർക്കും പ്രൈവറ്റ് ജോലി ചെയ്യുന്ന മറ്റെല്ലാവർക്കുമായിട്ട് ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു പുതിയ കോഴ്സും വന്നിരിക്കുകയാണ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഫീസ് വളരെ തുച്ഛമാണ്. 899 രൂപയ്ക്ക് അന്തിമ എക്സാം വരെയും നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുമെന്നുള്ളതാണ്. ലൈവ് ക്ലാസ്സുകളുടെ തന്നെ റെക്കോർഡിങ്സ് ഏത് സമയത്തും കാണാം. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാം. ഡയറക്റ്റ് മെന്റർഷിപ്പ് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ്, മോക്ക് ടെസ്റ്റ്, ടെസ്റ്റ് സീരീസ് എന്നിവ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. എംഫേവർ ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു സെഷൻ തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള PSCയുടെ സിലബസ് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കോഴ്സിലായാലും നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സുകളും നോട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഏത് വേഴ്സ്റ്റ് സിറ്റുവേഷനിലും ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് പോലും 75 മാർക്ക് 75 മാർക്ക് എന്നുള്ളതിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഏറ്റവും ഉയർന്ന ഒരു റാങ്കോടുകൂടി ആദ്യ അഡ്വൈസിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ജില്ലയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ. കൂടുതലും ഇത്തരത്തിൽ നമ്മുടെ സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്നവർ 100% അവർക്ക് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഉന്നത റാങ്കിൽ എത്തുമെന്നുള്ളത്. അത് നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ്. ഓക്കെ, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ എല്ലാ ഉദ്യോഗാർത്ഥികളും ആദ്യ റാങ്കിൽ തന്നെ വന്നെത്തി ആദ്യ അഡ്വൈസിൽ തന്നെ കയറി പോകുക. ഒരു കാരണവശാലും കിട്ടുമോ കിട്ടില്ലേ, റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിപ്രഷൻ നൽകുന്ന ഒരു ഫാക്ടർ. അതൊഴിവാക്കി നമ്മുടെ പിള്ളേരെ നമ്മൾ ആദ്യമേ തന്നെ സേഫ് സോണിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് പൊതുവിജ്ഞാനം തന്നെയാണ്. 40 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ അറിയാലോ, കറണ്ട് അഫയേഴ്സിന് എന്തുമാത്രം പ്രാധാന്യം കേരള PSC കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വഴിയുള്ള എല്ലാ വാർത്താ സംവിധാനങ്ങളും നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കേരള PSCയുടെ ട്രെൻഡിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഡൈനാമിക് ട്രാക്കിങ്ങിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പരീക്ഷയ്ക്ക് തൊട്ടു മുന്നേയുള്ള മാസം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ അപ്ഡേറ്റ് ആയിരിക്കും. ഈ 20 മാർക്കും നമ്മൾ സ്വന്തമാക്കിയിരിക്കും നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയിലൂടെ. അതുപോലെ തന്നെ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് 40 മാർക്കാണ്. ഇവിടെ നിന്നും 90% മാർക്കും നല്ല പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം LGSല് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെയും 1-2 മാത്രമേ മാറി വരികയുള്ളൂ. അപ്പോൾ ഇവിടെ SCRT പാഠപുസ്തകത്തെ പൂർണ്ണമായും നമ്മൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് LDC അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഞാൻ റെഫർ ചെയ്യുന്നു എങ്കിൽ LGSന്റെ കാര്യത്തിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളതും നോക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് LGSന്റെ സിലബസ് കൃത്യമായി അറിഞ്ഞുകൊണ്ട് കേരള PSCയുടെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ LGS ലെവൽ പരീക്ഷാ ചോദ്യ പേപ്പറുകളെ വിശകലനം ചെയ്ത് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പൊതുവിജ്ഞാനം ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഇന്ന് തന്നെ നമ്മളോടൊപ്പം നിങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ആരംഭിക്കുക. സയൻസിൽ 10 മാർക്ക്. ഓക്കെ, സയൻസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലർക്കും സയൻസ് ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അല്ലെ? ബട്ട് SCRT പാഠപുസ്തകത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമ്മളിവിടെ പഠിക്കുന്നു. നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ബയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഏരിയയാണ്. അവിടെ നമ്മൾ കാര്യമായിട്ട് കാര്യങ്ങൾ SCRT പാഠപുസ്തകത്തിൽ നിന്നും അതുപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി
ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അതായത് മാത്സ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. എപ്പോഴും LGS ലെവൽ പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾ പുറകോട്ട് പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം മാത്സ് ആൻഡ് റീസണിംഗ് അത്ര കേമം അവരല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന മാത്സ് ആൻഡ് റീസണിംഗിൽ 20 മാർക്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സബ്ജക്റ്റിന് കാര്യമായ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. കാര്യമായ ഫോക്കസ്. ബാക്കിയെല്ലാം എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്നിട്ടായാലും കുത്തിയിരുന്ന് മനഃപ്പാഠമാക്കി പഠിക്കും. പക്ഷേ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്, നിങ്ങൾ മാത്സ് ആൻഡ് റീസണിംഗ് പഠിക്കുന്നുണ്ട്, പക്ഷെ അതിന് അനുബന്ധമായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നില്ല, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള മാത്സ് ആൻഡ് റീസണിംഗിലെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും. പ്രാക്ടീസ് സെഷൻസിന്റെ PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് സൗജന്യം നിങ്ങൾക്ക് ആപ്പിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ തരുന്ന ഉറപ്പ്. അപ്പോ അറ്റ് എനി കോസ്റ്റ് ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് പോലും 75 മാർക്ക് സെറ്റ് ചെയ്തിരിക്കണം. 75 മാർക്ക് സെറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ മനസ്സിൽ കരുതുമായിരിക്കും അതൊക്കെ പോസിബിൾ ആണോന്ന്. പറ്റും. മാനസിക സമ്മർദ്ദങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെന്റൽ സ്ട്രെങ്തും ഞാൻ നമ്മുടെ കോഴ്സിലൂടെ നൽകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഒരു പ്രൊവൈഡർ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ കോഴ്സ് എടുക്കുന്നവര് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. അതായത് ദിവസവും നമുക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ലൈവ് കൃത്യസമയത്ത് കാണണമെന്നില്ല. അതായത് റെക്കോർഡിംഗ്സ് ആപ്പിനുള്ളിൽ അവൈലബിൾ ആണ്. പക്ഷെ അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. അല്ലാതെ പഠിക്കാതെ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് എന്റെയും നമ്മുടെയും വിജയമായിട്ട് കരുതി ആത്മാർത്ഥതയോടുകൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന തെറ്റുകളും ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ബ്ലൈൻഡ് ആയിട്ട് കണ്ണടച്ച് നമ്മുടെ നോട്ടുകളും ക്ലാസ്സുകളും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പഠിച്ചു പോവുക. നമ്മുടെ സ്ട്രാറ്റജി സ്റ്റഡി പ്ലാൻ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാത്തവർ ഒരു കാരണവശാലും നമ്മൾ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട. കാരണം അത്തരക്കാരെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരു PSC പരീക്ഷയും ഈസി ആയിട്ടോ അല്ലാതെ മടിയന്മാർക്കോ അലസത കാണിക്കുന്നവർക്കോ ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടിയെന്നിരിക്കും. ഇന്ന് ഭാഗ്യത്തിന് 1% ചാൻസ് ഉള്ളൂ. ബാക്കി 99% സ്മാർട്ട് വർക്കിനും ഹാർഡ് വർക്കിനും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ 100 മാർക്കിന്റെ ഈ ഒരു പരീക്ഷ നിങ്ങൾക്കറിയാം എന്നാണ്. സെപ്റ്റംബർ മാസം മുതലാണ് ആരംഭിക്കുന്നത് ഈ പറയുന്ന പരീക്ഷ. അപ്പോ പൊതുവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് 40 മാർക്കിൽ നിങ്ങൾക്ക് എവിടുന്ന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. നമ്മൾ സാധാരണ തുടങ്ങുന്നത് ഈ പറയുന്ന ശിപ്പായി ലഹള 1857 ശിപ്പായി ലഹള മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്നാൽ അതിന് മുന്നേയായിട്ട് നടന്ന ചില കാര്യങ്ങൾ കൂടി കേരള PSC മുൻകാല വർഷ ചോദ്യങ്ങളായിട്ട് വന്നുള്ളത് കൊണ്ട് തന്നെ ആയതും കൂടെ ഉൾപ്പെടുത്തി. എന്നാൽ ശിപ്പായി ലഹളയിൽ നിന്നും ഇന്ത്യ ഈ പറയുന്ന സ്വാതന്ത്ര്യം നേടിയ 1947 വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് മുന്നേറ്റങ്ങളും കലാപങ്ങളും സമര പരിപാടികളും മറ്റ് പ്രധാന ഉടമ്പടികളും തുടങ്ങി A to Z. അതിൽ ഏറ്റവും പ്രധാനം ഗാന്ധിയൻ തത്വങ്ങളും ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളെയും ഗാന്ധിയുടെ വരവിനെയും കുറിച്ചൊക്കെ നമ്മൾ കാര്യമായിട്ട് SCRT ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ മുൻകാല വർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പഠിച്ചാൽ നമുക്ക് ഇവിടെ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, SCRTയുടെ പുതിയ പാഠപദ്ധതി പ്രകാരമുള്ള പാഠപുസ്തകം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ ഒരു SCRT പാഠപുസ്തകം അവർ ഇറക്കിയായിരുന്നു. അതിൽ ആണ് ഏറ്റവും കൂടുതൽ PSCക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോയിന്റുകളൊക്കെ ഉള്ളത്. ആ പഴയ SCRT പാഠപുസ്തകമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ്. അതിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് സെറ്റാണ്. അപ്പോൾ ഈ പറയുന്ന പാഠപുസ്തകം നിങ്ങൾ തേടി പോകേണ്ട. നമ്മുടെ ആപ്പിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സമഗ്രമായ ഫിൽട്ടർ ചെയ്ത് കിട്ടിയ നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കാം. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളുമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഇത് SCRT നമുക്ക് അടിസ്ഥാനപ്പെടുത്താമെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ നമുക്ക് നോക്കി പഠിച്ച് വിശകലനം ചെയ്യാമെങ്കിലും ഇവിടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, മറ്റു പല ഉടമ്പടികൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധവും
യുദ്ധവും മറ്റ് ഷിംല ഉടമ്പടിയും മറ്റു കാര്യങ്ങളും കാർഗിൽ യുദ്ധവും തുടങ്ങി എല്ലാ കാര്യങ്ങളും എല്ലാ A to Z കാര്യങ്ങളും ഇവിടെ പഠിക്കുന്നു. ISRO, ഇന്ത്യയുടെ ഭരണ നേട്ടങ്ങൾ, മറ്റ് ചില പ്രധാനപ്പെട്ട സ്കീമുകളുണ്ട് അല്ലെ. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളുണ്ട്. ഇതിൻ്റെ അകത്ത് പ്ലാനിംഗ് കമ്മീഷനെയും നീതി ആയോഗിനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റ് ചില പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളെ കുറിച്ച് പഠിക്കേണ്ടി വരുന്നുണ്ട്. അത് ചെറിയ ചോദ്യങ്ങളായിട്ട് മുൻകാല വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ SCRT PYക്ക് മാത്രമല്ല, ഇവിടെ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 5 മാർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേരള PSC ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരം എന്ന് പറയുമ്പോൾ A to Z വരെയുള്ള ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് പോയി പഠിച്ചെടുക്കേണ്ട, വളരെ മൈന്യൂട്ടായിട്ട് ചിന്തിച്ചെടുക്കേണ്ട ചോദ്യങ്ങളൊന്നും നമുക്ക് ഇത്തവണ LGS ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമോടിയിലൂടെ എന്നാൽ വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആരംഭം മുതൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അവിടെ SCRTയെ മാത്രം നമ്മൾ ബേസിക് ആയിട്ട് എടുത്താൽ പോരാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് അഫയേഴ്സ് കൂടി നമ്മൾ ബന്ധപ്പെടുത്തി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു മാർക്ക് അവിടെ നമുക്ക് സ്കോർ ചെയ്യാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ജോഗ്രഫിയിൽ വരുന്ന കാര്യമാണ്. ഇന്ത്യ ജോഗ്രഫിയുടെ കാര്യം എന്ന് പറയുമ്പോഴേക്കും അതിൽ പുതുമയൊന്നുമില്ല. പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി പഠിച്ച് സെറ്റാക്കുക എന്നുള്ളതാണ്. പുതുതായിട്ട് നമ്മൾ അവിടെ എടുത്ത് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവിടെയും കറണ്ട് അഫെയർ കയറി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ 54ാമത് ടൈഗർ റിസർവ് അല്ലെ, അതായത് നമ്മുടെ പുതിയ ടൈഗർ റിസർവ് അല്ലെങ്കിൽ കടുവ സംരക്ഷണ കേന്ദ്രം വന്നിരിക്കുകയാണ് മധ്യപ്രദേശിൽ, വീരാങ്കണ ദുർഗാവതി ടൈഗർ റിസർവ്. അപ്പൊ അതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് അടിച്ചു കയറ്റുക എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പണ്ടും പഠിച്ച ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇനി കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയുള്ള അറിവുകളിൽ നിന്ന് നമുക്ക് 10 മാർക്ക്. ശ്രദ്ധിക്കുക, കേരള ഭരണരംഗം തന്നെയാണ്. കേരള ഭരണരംഗത്തോടൊപ്പം കേരള ഭൂമിശാസ്ത്രം കൂടെ കൂട്ടി 10 മാർക്കിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുക. LDC പോലെ ഹെവി എഫോർട്ടോ ഡീപ്പ് കോൺസെപ്റ്റോ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പുറമോടിയിലൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. പണ്ട് കാലത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ആളുകൾ ഇപ്പോഴും കേരള ഭൂമിശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെയും കറണ്ട് അഫെയർ അപ്ഡേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ലയായിട്ട് ഇടുക്കിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. പാലക്കാടിനെ പിന്തള്ളി ഇടുക്കി. പണ്ട് പഠിച്ചിരുന്നത് പാലക്കാട് എന്നുള്ളതാണ്, ഇപ്പോൾ പാലക്കാടിനെ പിന്തള്ളി വീണ്ടും ഇടുക്കി ഒന്നാമത് വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഡൈനാമിക് കറണ്ട് അഫെയർ ട്രാക്കിങ്ങിലൂടെ നമ്മൾ പഠിച്ചെടുത്താൽ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനി നോക്കേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായികമാർ. നവോത്ഥാന നായികന്മാർ ഒരുപാട് പേരുണ്ട്. അതിൽ സ്ത്രീ നവോത്ഥാന നായികമാരെയാണ് ഏറ്റവും കൂടുതൽ തവണ കേരള PSC റെയർ ചോദ്യം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നവോത്ഥാന നായികമാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ SCRTയെ മാത്രം ബേസ് ആക്കി പഠിക്കുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ചില തന്ത്രപ്രധാനമായ ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങളും ഉള്ളറകളിലേക്ക് കടക്കുന്ന ഓരോ ചോദ്യങ്ങളും നമുക്കിവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇവിടുന്ന് റെയർ ചോദ്യം വന്നാൽ പോലും റാങ്ക് മേക്കിംഗ് ആയിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കണം. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നവോത്ഥാന നായകന്മാർ നൽകിയ നേതൃത്വം നൽകിയ ചില സമര പരിപാടികളും മറ്റ് കലാപങ്ങളും ഉണ്ട് എന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ
തിരുവിതാംകൂറിന്റെ ചരിത്രവും തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കാര്യങ്ങളും തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്തിരുന്ന ചില ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വേലുത്തമ്പി ദളവ അല്ലെ, അദ്ദേഹം നടത്തിയ കുണ്ടറ വിളംബരം, ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചരിത്രവും പഠിച്ചെടുത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിന്റെ സാമൂഹിക അല്ലെങ്കിൽ ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് പഴശ്ശി വിപ്ലവത്തെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നു. അവിടെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടിപ്പു സുൽത്താനെ കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരെ കണക്ട് ചെയ്യുന്നു, പഴശ്ശി വിപ്ലവത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ SCERT കുറിച്ച് മാത്രം SCERT ബേസ് ചെയ്ത് മാത്രം പഠിച്ചാൽ പോരാ. ഇവിടെ നമ്മൾ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കും കൂടി അടിസ്ഥാനപ്പെടുത്തി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ പൂർണ്ണത ലഭിക്കത്തുള്ളൂ. 5 മാർക്ക് നമുക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് 5 മാർക്ക് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ വീണ്ടും ISRO ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവ എവിടെ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. കലാ സാംസ്കാരിക മേഖല, അതിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താ പറയാ, ഈ പറയുന്ന ഇന്ത്യയും കേരളവും എല്ലാം നമുക്ക് വേണം. കലാ സാംസ്കാരിക മേഖല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കല മാത്രമല്ല, ഇന്ത്യയുടെ കലാ സാംസ്കാരിക മേഖലയും വിവിധ സംസ്ഥാനങ്ങളിലെ ചില പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളും അല്ലെ, സംഗീതങ്ങളും മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖലയെ കുറിച്ച് പല സാഹിത്യ പ്രസ്ഥാനങ്ങൾ, പല സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് പഠിക്കണം. കായിക മേഖലയെ കുറിച്ച് പഠിക്കണം. എല്ലാ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, ദ്രോണാചാര്യ പുരസ്കാരം, ഇതൊക്കെ ആരംഭിച്ചത് എന്നാണ്, ആർക്കാണ് ആദ്യം കിട്ടിയത്, ഏത് ക്രിക്കറ്റ് കളിക്കാരനാണ് ആദ്യമായിട്ട് ഈ പറയുന്ന അവാർഡ്, ധ്യാൻചന്ദ് അവാർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന അർജുന അവാർഡ് ലഭിക്കുന്നത്, തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ കേരള PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുമെന്നുള്ളതിനാൽ തന്നെ ഇവിടെ SCERT നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മുൻകാല ചോദ്യങ്ങളും അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് പോകേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ നോട്ട് വഴി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ 5 മാർക്കിൽ വളരെ 2 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ ലഭിക്കുന്ന ഒരു മേഖലയാണിത്. കാരണം വനിതകൾ പലരും തന്നെ സ്പോർട്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ സ്പോർട്സുമായിട്ട് വരുന്ന ചില ഉള്ളറുകളിലേക്ക് കയറി വരുന്ന ഇന്നർ ചോദ്യങ്ങളെയൊന്നും പെട്ടെന്ന് അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നോട്ടുകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ഇവിടെ നേടാൻ സാധിക്കും. ഇനി ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ 20 മാർക്സ് അല്ല 20 മാർക്കാണ്. 20 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനാണ് ന്യൂസ് പേപ്പർ ഡൈനാമിക് ട്രാക്കിംഗ് ആണ്. പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേയുള്ള മാസം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ 2023 കറണ്ട് അഫെയർ മുഴുവൻ നമ്മൾ പഠിക്കുന്നു. 2024 പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേയുള്ള മാസം വരെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കേരള PSCയുടെ ട്രെൻഡ് മാറി വരികയാണ് കേട്ടോ. അതുകൊണ്ടാണ് 2023 ജനുവരി 1 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. സയൻസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവശാസ്ത്രം ഇവിടെ ശ്രദ്ധിക്കണം. ജീവശാസ്ത്രം 5 മാർക്ക്, അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം 5 മാർക്ക്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ്, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതും നമുക്ക് വലുതായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. SCERT അടിസ്ഥാനപ്പെടുത്തി എന്നാൽ PYQ കൂടെ ബന്ധപ്പെടുത്തി കുറച്ച് പ്രധാന കാര്യങ്ങളും കൂടി ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ഇവിടെ കൂടുതൽ മനപ്പാഠം എന്നുള്ളതാണ്. കാരണം ചില കാർഷിക വിളകളുടെ പേരുകളൊക്കെ നമ്മൾ മനപ്പാഠമാക്കി വെക്കേണ്ടി വരും. അതിന് നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കുകയുള്ളൂ. ഇതെല്ലാം മനസ്സിലിരുന്നാൽ മാത്രം പോരാ. ഈ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മോക്ക് ടെസ്റ്റുകൾ നിരവധി ചെയ്താൽ മാത്രമേ ഇതിന്റെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്തുവാനും ഓർമ്മയിൽ ഇരിക്കുവാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ ബയോളജി അവിടെ കഴിഞ്ഞു. ഇനി ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ 2 കൂടെ ചേർത്താണ് 5 മാർക്ക്. സയൻസിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബയോളജിക്ക് കൊടുത്താൽ മതി. ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി പൂർണ്ണമായിട്ടും വിടണ്ട, ഒരു പുറമോടിയിലൂടെ മാത്രം ടച്ച് ചെയ്ത് പോയാൽ മതി. കാരണം ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് 5 മാർക്കുള്ളൂ. കണ്ടോ,
ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണങ്ങളും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുദ്ധവും സവിശേഷതകളും ഇവയെല്ലാം LDCക്ക് പഠിക്കുന്നത് പോലെ ഉള്ളാറുകളിലേക്ക് ഇറങ്ങി പഠിക്കേണ്ട, എന്നാൽ കേരള PSC ചോദിക്കുന്ന സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ മുൻകാല വർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും എന്നാൽ SCRT 5 മുതൽ 10 വരെയുള്ള പാഠ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിജപ്പെടുത്തി നമ്മൾ പഠിച്ചാൽ മതി. ഇവിടെ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സയൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബയോളജിക്ക് ഇമ്പോർട്ടൻസ് 100% കൊടുക്കുക. കാരണം ബയോളജിയിൽ നമ്മൾ ഓൾറെഡി സയൻസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും 5 മാർക്ക് 5 മാർക്ക് ബയോളജിയാണ്. ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പൊതുജന ആരോഗ്യം വരുന്നത്. പക്ഷെ പൊതുജന ആരോഗ്യം പ്രത്യേകിച്ച് ക്ലാസിഫൈ ചെയ്ത് 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, സാംക്രമിക രോഗികളും രോഗികാരികളും അതുപോലെ രോഗകാരണങ്ങളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് വരുന്നുണ്ട്. 10 മാർക്ക് നമുക്കിവിടെ SCRT മാത്രം പോരാ, PYQ മാത്രം പോരാ, PSC ബുള്ളറ്റിനും മറ്റ് ആനുകാലിക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിച്ചാൽ മാത്രമേ ഇവിടെ നമുക്ക് കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫിൽട്ടർ ചെയ്ത് വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ കഴിയാവുന്ന നോട്ടുകൾ ആണ് നമ്മുടെ ആപ്പിനുള്ളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആയത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ലഘുഗണിതവും അതുപോലെ തന്നെ റീസണിംഗ് ആണ്. റീസണിംഗ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 20 മാർക്കാണ്. ഈ ഒരു ഏരിയ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പലരും ഭൂരിപക്ഷവും തളർന്നു പോകുന്നു. ഭൂരിപക്ഷവും കേമന്മാരല്ലാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് റീസണിംഗ് ആണ് അല്ലെ. ഇവിടെ 20 ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങളിൽ 10 കിട്ടുന്നവർ ഔട്ടാണ് കേട്ടോ. 20 ചോദ്യങ്ങളിൽ ഒരു LGS പരീക്ഷയ്ക്ക് 20 ചോദ്യങ്ങളിൽ 10 കിട്ടുന്നവർ ഔട്ടാണ്. കട്ട് ഓഫ് പോലും കണക്കില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് 10 മേലെയും ഒരു ആവറേജ് സ്റ്റുഡന്റ് 15 മേലെയും ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് സ്വാഭാവികമായിട്ടും 18 മുതൽ 20 മാർക്ക് വരെ നേടിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ബിലോ ആവറേജ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാരെ എല്ലാം നിങ്ങളെ ആവറേജിൽ കൊണ്ടെത്തിക്കാൻ 0 ലെവലിൽ നിന്നും ഈ ഒരു കോഴ്സിന് ആദ്യത്തെ 3-4 മാസം തന്നെ മതിയാകുമെന്നുള്ള കാര്യമാണ് മറ്റൊരു സത്യം. ഇനി ആവറേജ് എന്ന് സ്വയം വിശേഷിക്കപ്പെടുന്നവർക്ക് 20 മാർക്കും ഈ പറയുന്ന വിഭാഗത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. കാരണം അത്രമാത്രം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് LGS ലെവലിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ ചോദിച്ചു വരുന്നത്. നമ്മുടെ കഷ്ടകാലത്തിന് 1-2 ചോദ്യങ്ങൾ PSCക്ക് പറ്റിയാലേ ഉള്ളൂ. അവർക്ക് ചോദ്യത്തിൽ തെറ്റുപറ്റണമെങ്കിൽ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുമായിട്ട് വരണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ മാർക്ക് നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുമെന്നുള്ള കാര്യം അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഏരിയയിൽ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യണം. കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഈ പറയുന്ന 20-20 നേടിയെടുക്കണം മറ്റ് എനി കോഴ്സ് എന്നുള്ള ചിന്തയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും എല്ലാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആപ്പിനുള്ളിൽ ഏത് സമയത്തും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അറ്റ് എനി കോസ്റ്റ് ഏതൊരു അവസരത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 75 മാർക്ക് അറ്റ് എനി കോസ്റ്റ് ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും നേടിയെടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഓൾറെഡി കോഴ്സ് എടുത്തവരോടല്ല പറയുന്നത്, കോഴ്സ് എടുക്കാനിരിക്കുന്നവർക്ക് ഇതൊരു അവസരമാണ്. 899 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. ഈ പറയുന്ന നമ്പറിൽ 9946288255 നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെറും 899 രൂപയ്ക്ക് എക്സാം വരേക്കും ലൈവിന്റെ റെക്കോർഡിങ്സ്, ഡൗൺലോഡബിൾ നോട്ട്സ്, മെന്റർഷിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ. ഓക്കെ, അടുത്തൊരു ലൈവ് സെഷനിൽ വീണ്ടും കാണാം. നന്ദി.